ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ബാംഗ്ലൂർ നല്ല തണുപ്പാണ്. രാവിലേക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ പാച്ചു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാവിലെയാണ് ഫുട്ബോൾ കോച്ചിങ്ങിന് പോണത്. അപ്പോൾ 5:30 ഒക്കെ ആകുമ്പോഴേക്ക് രാവിലെ എഴുന്നേറ്റിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഓട്ടപ്പാച്ചിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് പുട്ടും കടലയാണ് രാവിലത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ചാറോട് കൂടിയിട്ട് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാം. പിന്നെ നമുക്ക് ആ കടല തന്നെ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ആക്കി എടുത്തിട്ട് അത് ഉച്ചയ്ക്ക് ചോറിനും കൊണ്ടുപോകാം. അതാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ ദേ കടലക്കറിക്ക് ഞാൻ സവാളയൊക്കെ വഴറ്റിയിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്തായിരുന്നു. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടിന് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടിന് ഞാൻ ഉപ്പും അതുപോലെ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുട്ടുകുടത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കുവാണ്. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പാച്ചു മറ്റേ ഫുട്ബോളിന് പോയിട്ട് വരും. അപ്പോൾ അപ്പോഴേക്കും വന്നിട്ട് ചോദിക്കുന്നത് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്, ഇന്നെന്താ ഫുഡെന്നായിരിക്കും ആദ്യം വന്ന് നോക്കുന്നത്. ആദ്യം അടുക്കളയിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പുട്ടാണെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി വേണം അവന്. പുട്ടും പഴവും ഇഷ്ടമല്ല. അപ്പോൾ ഇന്നിപ്പോൾ കടലക്കറി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പപ്പടവും കൂടി വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും കടലയും പപ്പടം കൂടിയും കൂട്ടി കുഴച്ച് കഴിച്ചോളും, ഇഷ്ടമാണ് അങ്ങനെ. പിന്നെ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ചൂട് പുട്ടും കടലക്കറിയും പപ്പടവും കൂടി കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല സൂപ്പറായിരിക്കുമല്ലോ. പാച്ചു ഇനിയിപ്പോൾ ഇത് ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവൻ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവന് പോകണം സ്കൂളിലോട്ട്. പിന്നെ ആ സമയത്ത് തന്നെ എനിക്കും ഓഫീസിലോട്ട് ജോലിക്ക് പോകണം. അനുപേട്ടന് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അനുപേട്ടന് 9:30ക്കാണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പുട്ടും കടലക്കറിയും പപ്പടവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ പാച്ചുവിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കുന്നതാണ്. പിന്നെ ചായയും എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ചോറിന് ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒരു തട്ടിക്കൂട്ട് മുട്ട വറുത്തത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം 3 മുട്ട എടുത്തിട്ടുണ്ട് 3 പേർക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ബുൾസൈ പോലെ നമ്മൾ ഉണ്ടാക്കി. പക്ഷെ അതിനകത്ത് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അത് മറിച്ചിട്ടു. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മുട്ടയുടെ അകത്തെ മഞ്ഞയും കൂടിയും കുക്കായി വരണ രീതിയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ 3 പേർക്കും എഗ്ഗ് ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ സവാളയൊന്നും പ്രത്യേകിച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സവാളയും ഉള്ളിയൊന്നും വേണ്ട. ജസ്റ്റ് മുട്ട അതിനകത്തോട്ട് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതിയല്ലോ. വെറുതെ ഉപ്പും കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ മസാല എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. ഈസിയാണല്ലോ. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് തട്ടിക്കൂട്ടി രാവിലെയൊക്കെ ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ 3 പേരുടെയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചോറെടുത്തു ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഉള്ളി ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉള്ളി നന്നാക്കിയിട്ട് നമ്മുടെ ഇടിക്കല്ലിലോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് മുളകും, അതായത് ഉണക്കമുളകും അതുപോലെ പുളിയും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിച്ചമ്മന്തിയും പിന്നെ നമ്മുടെ ഈ മുട്ട വറുത്തതും കടലക്കറിയും അതുപോലെ പപ്പടം വറുത്തതും